വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് തയ്ക്കാം കേട്ടോ. 7 വയസ്സിൻ്റെ അളവിന് വെച്ചിട്ട്. ഇപ്പോൾ സ്കേർട്ട് വരുന്നത് നെറ്റ് മെറ്റീരിയലാണ്, ടോപ്പ് വരുന്നത് ഒരു മിറർ വർക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അളവ് നോക്കാം. അപ്പോൾ ഷോൾഡർ വരുന്നത് 10.5 ചെസ്റ്റ് 23.5, അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടി അതിനെ 4 ഡിവൈഡ് ചെയ്തു കേട്ടോ. അങ്ങനെ വേസ്റ്റ് 21, ഹിപ്പ് 24. അപ്പോൾ ഫുൾ ലെങ്ത്ത് ടോപ്പിനും എടുക്കുന്നത് 13. അതേപോലെ ഒരു പഫ് സ്ലീവൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ പാവാടയുടെ ഹിപ്പ് 24, ലെങ്ത്ത് 18. അപ്പോൾ ടോപ്പിന് 13. അപ്പോൾ തയ്യൽ തുമ്പൂടെ കൂട്ടി 15 എടുത്തു. അതേപോലെ പാവാട 2 പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. താഴത്തെ പാർട്ടിൽ അല്പം ഫ്രില്ലൊക്കെ ഇടുന്ന പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ 13 പിന്നെ 4 ഇഞ്ചിന് ഫ്രില്ലിടുന്നുണ്ട്. തയ്യൽ തുമ്പൊക്കെ കൂട്ടി ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ലൈനിങ് 1/2 മീറ്ററാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ടോപ്പിന് മെയിൻ ക്ലോത്തും 1/2 മീറ്റർ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഷോൾഡർ 5.5, താഴോട്ട് 4 കേട്ടോ ആം ഹോൾഡ് കൊടുക്കുന്നത്. അവിടുത്തെ വണ്ണം 6.5 കൊടുത്തു. തയ്യൽ തുമ്പ് വേസ്റ്റ് കൊടുക്കുന്നത് 8 കേട്ടോ. അപ്പോൾ അവിടുത്തെ വണ്ണം 5.25, തയ്യൽ തുമ്പും പിന്നെ ലെങ്ത്ത് നമുക്ക് 13 വേണ്ടത്. തയ്യൽ തുമ്പൂടെ കൂട്ടി നമ്മൾ 15 കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഹിപ്പ് വരുന്നത് 6.5 തയ്യൽ തുമ്പും. ഞാൻ 2.5 തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് ആം ഹോളൊന്ന് കർവ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിന് നമുക്ക് 1/2 മീറ്റർ തന്നെ ധാരാളമാണ് കേട്ടോ. മെയിൻ ക്ലോത്തും ഇതേപോലെ 4 മടക്കിയിട്ട് കൊടുത്തേ. ഇനി നമുക്ക് അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. 1/2 മീറ്ററിൽ തന്നെ ഇത്രയും ബാലൻസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ പാവാടയ്ക്ക് ഞാൻ 2.5 മീറ്ററാണ് കേട്ടോ ലൈനിങ് എടുത്തേക്കുന്നത്. അതേപോലെ 5 മീറ്ററാണ് മെയിൻ ക്ലോത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 18. അപ്പോൾ 1 ഇഞ്ച് കുറച്ച്, 1 ഇഞ്ചെന്ന് വെച്ചാൽ 2 ഇഞ്ച് കുറയ്ക്കണം. ബട്ട് നമുക്ക് തയ്യൽ തുമ്പ് അടിഭാഗം മടക്കി അടിക്കുമ്പോഴത്തേക്കും 17 എടുത്താൽ 16 വന്നോളൂ കേട്ടോ. അപ്പം ഞാൻ 17 ലൈനിങ് കട്ട് ചെയ്തതേ. ഈ നെറ്റിൻ്റെ ക്ലോത്ത് ഞാൻ 5 മീറ്റർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ 5 മീറ്ററും ഞാനൊന്ന് മടക്കിയെടുക്കുവാണ് കേട്ടോ. ഇതേപോലെ മടക്കി ഇട്ടിട്ട് നമുക്ക് മുകളിലത്തെ പാർട്ട് വേണ്ടത് 13. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി 14 ഞാൻ ആദ്യത്തെ പീസ് കട്ട് ചെയ്തെടുക്കുവാണേ. ഇതിപ്പോൾ 5 മീറ്റർ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രില്ലിടാനുള്ള പീസ് വേണം. ഫ്രില്ല് ഞാനിപ്പോൾ 4 ഇഞ്ചിലാണ് ഇട്ട് കൊടുക്കുന്നത്. തയ്യൽ തുമ്പൂടെ കൂട്ടി ഞാൻ 5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. 5 ഇഞ്ചിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത 5 മീറ്ററിനും ഫ്രില്ലിട്ടെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇരട്ടി തുണി വേണം കേട്ടോ. ഇപ്പം ഞാൻ 4 പീസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അധികം ചുരുക്കിട്ട് കൊടുക്കുന്നില്ല, എന്നാലും ഒരു നോർമലായിട്ടുള്ളൊരു ചുരുക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അധികം ഇട്ട് കൊടുക്കാൻ നിന്നാൽ ഇതിൽ നിൽക്കില്ല കേട്ടോ, കുറേ തുണി വേണ്ടി വരും. അത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് പഫ് സ്ലീവ് ഈ നെറ്റിൻ്റെ ക്ലോത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം 3.5 നമുക്ക് വേണ്ടത്. തയ്യൽ തുമ്പൂടെ കൂട്ടി ആദ്യം 4 ഞാൻ ഒരു മാർക്ക് കൊടുത്തു. പിന്നെ മേപ്പോട്ട് ഒരു 2.5 ഇഞ്ച് പൊക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 മാർക്ക് കൊടുത്തു. പിന്നെ 18 മാർക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ 18 ഒരു സ്ലീവ് നമ്മൾ നോർമൽ സ്ലീവ് വരച്ച് കൊടുക്കുന്നുള്ളൂ. മോൾ ഭാഗം പൊക്കി കൊടുക്കുന്നുണ്ട്. നെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ സ്കേർട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തില്ല 5 മീറ്റർ, അതിൽ നമുക്ക് ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കണം. നമ്മുടെ പാവാടയുടെ ഹിപ്പ് എന്ന് പറയുന്നത് 24. അപ്പം ഞാൻ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് കൂടെ കൂട്ടി വേണം നമ്മൾ പാവാടയുടെ ഹിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 24 10 കൂടെ ആകുമ്പോൾ 34 വരുന്നത്. 34 ഇഞ്ചിലാണ് ഞാൻ ഈ ചുരുക്കിട്ടെടുക്കുന്നത് കേട്ടോ. കാരണം നമുക്കിവിടെ ഇലാസ്റ്റിക് ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ട് അകത്ത് സ്പേസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ ഞാൻ 34ലാണ്. ഇപ്പം നിങ്ങളുടേത് ഹിപ്പ് 28 അതിൻ്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 38 അങ്ങനെയാണ് കേട്ടോ. ഇതാ അപ്പം ഞാൻ കറക്റ്റ് പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ആ 5 മീറ്ററും. ഇനി നമ്മുടെ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം. ലൈനിങ്ങിലും 34 തന്നെ പ്ലീറ്റ് ഇട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ഞാൻ ആദ്യം ജോയിൻ ചെയ്തെടുക്കുവാണേ. ഇതേ രീതിയിൽ ലൈനിങ് 2.5 ഉള്ളത് കൊണ്ടാണ് കേട്ടോ. 2ഉം 5 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ലൈനിങ് വേണമെങ്കിൽ എനിക്ക് 5 മീറ്റർ ലൈനിങ് 2 വട്ടമായിട്ട് കട്ട് ചെയ്തെടുക്കാമായിരുന്നു. പക്ഷെ വേണ്ട, ഇത് തന്നെ നല്ല വോളിയൂം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാഞ്ഞത്. അപ്പോൾ അത് ചെയ്തെടുത്തു. ഇനി നമ്മൾ അടിഭാഗത്തെ പ്രില്ല് വെക്കാനായിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തില്ലേ, അത് നമ്മൾ ആദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എല്ലാ പീസും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇത് ഇച്ചിരി മെനക്കെട്ട പണിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇച്ചിരി ക്ഷമയോടെ ചെയ്യണം. കാരണം ക്ഷമയോടെ ചെയ്താലും ഔട്ട്ലുക്ക് സൂപ്പറായിരിക്കും കേട്ടോ, നന്നായി കിട്ടും. എപ്പോഴും നമ്മൾ സാധാരണ പ്ലീറ്റ് ഇട്ട പാവാടയൊക്കെ അല്ലേ സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ ഇത് അല്പം ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. അതും ഇതേപോലെ ചെറിയതെന്ന് വെച്ചാൽ തോനെ ചെറിയതല്ല, അപ്പം വീതി ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. തോനെ ഫ്രില്ലിട്ടെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്ര മെറ്റീരിയൽ നിൽക്കില്ല. 10 മീറ്ററിലൊക്കെ കൂടുതൽ പോവും. പക്ഷെ ഭംഗി സൂപ്പറായിരിക്കും കേട്ടോ. ഇതേപോലെ ഞാൻ 5 മീറ്ററിനും നമ്മൾ ആ മുകൾ ഭാഗത്ത് കട്ട് ചെയ്ത 5 മീറ്ററിലും ഇതേപോലെ ഫ്രില്ലിട്ടെടുക്കണം. കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് 5 മീറ്റർ പറ്റിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ അഴിക്കേണ്ടി വരും. അതുകൊണ്ട് കറക്റ്റ് കാൽക്കുലേഷന് മാത്രമേ ഈ പരിപാടിക്ക് പോകാവൂ. കാരണം നമ്മുടെ കയ്യിൽ 5 മീറ്റർ മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. അപ്പോൾ തികയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷനില്ല, കുത്തിയിരുന്ന് അഴിക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ 5 മീറ്ററിലും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ഭാഗം നോക്കിയിട്ട് അതിൻ്റെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തെടുത്ത് വെച്ചതിൻ്റെ ഒരു സൈഡിൽ നിന്നേ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അതേപോലെ വെച്ച് ഫുള്ളി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നെറ്റ് ആയതുകൊണ്ട് വിസിബിൾ ആയിരിക്കും. നമ്മുടെ സ്റ്റിച്ച് വൃത്തികേടായ മഹാബോറായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ സ്റ്റിച്ച് താഴ്ഭാഗത്തോട്ട് വരുന്ന രീതിയിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് നമുക്ക് പടി വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ 6 ഇഞ്ച് വീതിയുടെയും പിന്നെ നമുക്ക് 34 വേണ്ടത്, 34ഉം ഒരു 36ഒക്കെ നീളത്തിലുള്ളൊരു തുണി എടുത്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിരിക്കും, വളഞ്ഞു പോകാൻ ചാൻസ് കുറവായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് അകത്ത് പോകുന്ന രീതിയിൽ ഇതേപോലെ ഒരു ഭാഗം മുകളിലും ഒരു ഭാഗം താഴെയും വെച്ചിട്ട് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫുള്ളി റൗണ്ട് ഫുള്ളായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇലാസ്റ്റിക് എടുത്തു കേട്ടോ. നമ്മുടെ ഹിപ്പ് എന്ന് പറയുന്നത് 24 അപ്പോൾ 24ൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇലാസ്റ്റിക് എടുക്കുന്നത്. അപ്പോൾ 22ൽ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തു. ഇത് അധികം വലിഞ്ഞു പോകാത്ത ഇലാസ്റ്റിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് എടുത്തത്. അപ്പോൾ വലിഞ്ഞു പോകുന്ന ഇലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ. ഞാൻ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുവാണേ.
ഇനി ഈ ഇലാസ്റ്റിക്കിനെ ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് ഞാൻ. എന്നിട്ട് നമ്മുടെ പാവാടയുടെ ഒരു സൈഡ് അടിച്ചിട്ടില്ലല്ലോ, അത് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ താഴത്ത് നിന്ന് അടിച്ചു കൊടുക്കുവാണ് ഞാൻ. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇലാസ്റ്റിക്കിനെ അകത്തേക്ക് നന്നായി ഇതേപോലെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഓപ്പൺ ആയിരിക്കുന്ന സൈഡ് ഒരു സൈഡിൻ്റെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബ്ലൗസ് നോക്കാം. ബ്ലൗസ് 2.25 ഞാൻ 2.25 4 ഇറക്കത്തിലും ഇതേപോലെ റൗണ്ടിന് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ക്യാൻവാസ് ഇല്ലാതെ, കാരണം ക്യാൻവാസിൻ്റെ ആവശ്യമില്ല, കാരണം മിറർ വർക്കിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല തിക്കാണ് മെറ്റീരിയൽ, അതുകൊണ്ട് ഞാൻ ക്യാൻവാസ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ദാ റൗണ്ടിന് നെക്ക് ക്രിയേറ്റ് ചെയ്തു. ഇത് ബാക്ക് നെക്കാണ്. ഇനി മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ലൈനിങ് പീസ് വെച്ച് കൊടുത്തു. പിന്നെ കുത്തി കൊടുക്കാവേ. ഇനി നെക്ക് കറക്റ്റായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് ഇതേ രീതിയിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നെക്ക് സ്റ്റിച്ച് കൊള്ളാതെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലൈനിങ്ങിനെ മാറ്റി വെച്ചിട്ട് കറക്റ്റ് നമ്മളൊന്ന് പതിച്ച് കൊടുക്കുവാണ്. മെയിൻ ക്ലോത്തിൽ കൊള്ളാതെ ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നടുക്കൂടെ വേണം നമ്മൾ പതിച്ച് കൊടുക്കുന്ന സ്റ്റിച്ച് പോകാൻ. പിന്നെ അതിൻ്റെ സൈഡിൽ പതിച്ച് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തേ. ഇനി ലൈനിങ്ങിനെയും മെയിൻ ക്ലോത്തിനെയും കൂടെ 3 സൈഡൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ഫ്രണ്ട് പാർട്ടൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഇനി ആ ലൈനിങ് ഷോൾഡർ ജോയിൻ ചെയ്തതിൻ്റെ സ്റ്റിച്ച് ബാക്ക് സൈഡിനെ ഫേസ് ചെയ്ത് ഒന്ന് പതിച്ചു കൊടുത്തേ. ഇതേ രീതിയിൽ 2 സൈഡും ചെയ്തെടുക്കാം. ഇനി ഇതിനെ 4ആയിട്ട് മടക്കി ഇട്ടിട്ട് ഒന്ന് റീമാർക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ 4ലാണ് നമ്മൾ കൊടുക്കുന്നത് ചെസ്റ്റ്. വേസ്റ്റ് 8ലും 6.5 ചെസ്റ്റ് 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. വേസ്റ്റ് പാട്ടൊക്കെ കട്ട് ചെയ്ത് കളയാം. മിറർ വർക്ക് ആയതുകൊണ്ട് അതിൽ കയറുമ്പോൾ പണി പാളി. പിന്നെ താഴ്ഭാഗം 2 വട്ടം മടക്കി അടിച്ചു കൊടുക്കാം. ഇനി ബാക്ക് സൈഡിൽ ഇതേ രീതിയിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാനാണ്. പിന്നെ നമ്മളൊരു തുണിയെടുത്തു. അപ്പോൾ 9 വരുന്ന ലെങ്ത്ത്. 2.5 ഇഞ്ച് വീതിയിലും 9-10 ഇഞ്ച് ഇറക്കത്തിലും എടുത്താൽ മതി നമുക്കൊരു ക്ലോത്ത്. ഞാനിപ്പോൾ 2 സൈഡിലും വെക്കണ്ടേന്ന് കരുതിയിട്ടാണ് ലെങ്ത്ത് കൂട്ടിയെടുത്തത്. എന്നിട്ട് ഒരു സൈഡിൽ ഇതേപോലെ നല്ല ഭാഗം ഫേസ് ചെയ്തിട്ട് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് കൊടുത്തു. ഇനി അതിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് കൊടുക്കാം ഇപ്പുറത്തെ സൈഡിലൂടെ. ഇനി അടുത്ത ഭാഗത്ത് താഴ്ഭാഗത്താണ് ഫേസ് ചെയ്തത്, അവിടെ അതേപോലെ ഒരു സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഇതേ രീതിയിൽ മുകളിലോട്ട് ഫേസ് ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഹുക്ക് വെക്കേണ്ട ഗ്യാപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.25 ആണ് കേട്ടോ ഗ്യാപ്പ് കൊടുക്കുന്നത്. അവിടെ നമുക്ക് വി പോലെ ഒരു ഹുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണേ. ഇതേ രീതിയിൽ മൊത്തത്തിൽ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് വരുന്നത് 6.5, വേസ്റ്റ് 8 ഇറക്കത്തിൽ 5.25, ഹിപ്പ് വരുന്നത് 6.5. ഇതേപോലെ സ്റ്റിച്ച് ഇട്ടെടുക്കാവേ. ഞാൻ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിനായിട്ടുള്ള പഫ് അവിടെയും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുവാണേ. ഇനി താഴ്ഭാഗത്ത് ഓപ്പോസിറ്റായിട്ട്
മുകൾ ഭാഗത്ത് വലത്തോട്ട് ചെയ്താൽ താഴ്ഭാഗത്ത് ഇടത്തോട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ പഫ് പൊങ്ങി നിൽക്കത്തുള്ളേ. ഇനി നമ്മുടെ ടോപ്പിൻ്റെ കളറ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 2 വീതിയിലും 9 ഇറക്കത്തിലും ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ്, 2ആയിട്ട് മടക്കിയിട്ട്. എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ പഫിൻ്റെ താഴ്ഭാഗത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് പതിച്ചുകൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ അവിടെ അത് സേഫായിട്ടിരുന്നോളൂ കേട്ടോ. ഇനി നമുക്ക് സെൻറ്റർ സ്ലീവിലോട്ട് അറ്റാച്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്കി ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ ഇതേപോലെ തിരിച്ചിട്ടിട്ട് അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം. 7.5 കേട്ടോ വണ്ണം. അപ്പോൾ അവിടെ നിന്ന് വണ്ണം മാർക്ക് ചെയ്തിട്ട് ചെസ്റ്റിൻ്റെ അവിടോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ എത്ര തയ്യൽ തുമ്പാണോ വേണ്ടത് സ്റ്റിച്ചിട്ട് കൊടുക്കാം. അഥവാ നമ്മൾ ആർക്കാണോ തയ്ച്ചു കൊടുക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ തയ്യൽ തുമ്പ് കൂടുതൽ ഇടുന്നത് കൊണ്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അവർക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ ചെയ്യാം. അപ്പോൾ സൈഡ് ഞാൻ കോർണറൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്ലുക്കാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് എനിക്ക് അയക്കുന്നത് 400 രൂപയാണ് കേട്ടോ. അപ്പോൾ 400 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലൊക്കെ അടിപൊളിയായിട്ടൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്പം ഒന്ന് മെനക്കെടണം, അത്രയ്ക്ക് ഈസിയൊന്നും അല്ല. എന്നാലും ട്രൈ ചെയ്താൽ നടക്കും കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.